ഹലോ, എന്താണ് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വാലന്റൈൻസ് ഡേക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയല്ലേ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. നമുക്കേ വാലന്റൈൻസ് ഡേക്ക് പുറത്തു പോവാം. എന്നിട്ട് രണ്ട് ചായയൊക്കെ കുടിച്ച് തിണ്ടിത്തിരിട്ട് വരാം. എൻ്റെ പൊന്നു പെണ്ണേ, എനിക്ക് മനസ്സിലാവുള്ള നിനക്ക് ഈ വീടിൻ്റെ അകത്തിരുന്നുള്ള പരിപാടിയൊന്നും പറ്റില്ല. 24 മണിക്കൂർ പുറത്ത് തന്നെ. അതെ, അല്ല, നീ കല്യാണത്തിന് മുമ്പ് പുറത്തൊന്നും പോയിട്ടില്ലേ? ഈ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ എങ്ങും പോകാത്ത പോലെയാണല്ലോ. ഇല്ലടാ, ഞാൻ പോയിട്ടില്ല. പിന്നെ ഒന്ന് പോയത്. നീ ഓർക്കണല്ലേ, കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നു? ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നില്ലേ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. പണ്ടൊക്കെ നിനക്ക് നീ സംസാരിക്കുക പോലുമില്ല അത് കല്യാണം കഴിഞ്ഞ സമയത്ത്. ഞാൻ വരുമ്പോൾ എന്താണ് പേടിച്ചൊക്കെ. ശരിക്കും പറഞ്ഞാൽ നീ അന്നത്തെ ആളെ മാറിപ്പോയി. അന്നെന്താ പിന്നെ അതൊക്കെ കാണിച്ച് ഷോ ഓഫ് ഇറക്കിയതാണ്? അച്ഛന് കള്ളുകൂടിയുള്ളായിരുന്നു, നിനക്കറിയാമല്ലേ. അച്ഛൻ കള്ളു കുടിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ പേടിച്ചിട്ട് വഴക്കുണ്ടാവാതിരിക്കാനായിട്ട് മുറിയിലേറെ വാതിലടക്കി. എങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കാവും. ഞാൻ കുറച്ച് വലുതായപ്പോൾ പിന്നെ എന്നോടും അത് തന്നെ. എല്ലാത്തിനോടും പേടിയായിരുന്നു. പുറത്തു പോകാനും കൂട്ടുകാരോട് കറങ്ങാനും ഒക്കെ. എല്ലാവരും കൂടെ നിന്റെ കല്യാണം കൊണ്ടുവന്നപ്പോൾ ഞാൻ നിന്റെ മുഖം പോലും കണ്ടിട്ടില്ല. എല്ലാവരും പേടിച്ചിട്ടാ നിന്റെ കല്യാണത്തിന് എന്നെ സമ്മതിച്ചു. അമ്മ ചെയ്യുന്ന പോലെ നിന്നെ കാണുമ്പോൾ ഞാനും പേടിച്ചായിരുന്നത് നീ അച്ഛനെ പോലെ ആയിരിക്കും ഓർത്ത്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്ന ടൈമിലാണ് നിനക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എന്നോട് ഫസ്റ്റ് ടൈം പുറത്തു പോയി. പെട്ടെന്ന് ചിറക് മുളച്ചിട്ട് പറക്കാൻ പറ്റുന്നൊരവസ്ഥയില്ലേ? അന്നാ ഞാൻ പറക്കണം ആദ്യമായിട്ട്. എനിക്കെൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാൻ. അത്രയൊന്നും വരുന്നു എനിക്ക് ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. വെറുതെ പറഞ്ഞ് ഇമോഷണലായി കളഞ്ഞ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നല്ല മൊരിഞ്ഞ 2 പൊറോട്ട മേടിച്ച്, നല്ല ടൊമാറ്റോ റോസ്റ്റും മേടിച്ച്, നല്ല ബീഫ് ഫ്രൈ മേടിച്ചിട്ട് അതിങ്ങനെ മടക്കി അങ്ങ് പിടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലെമൺ ടീയും കൂടെ കുടിച്ചാൽ എങ്ങനെയുണ്ടാവും? വാലന്റൈൻസ് ഡേക്ക് പിന്നെയും പോവാം. ആ എന്നാൽ കണക്കെ തുറച്ചിട്ട് കാണാം.